ഓക്കെ ഗൈസ്, അപ്പം ഇത് ഡേ 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് യുവർ ഐഡിയൽ കസ്റ്റമർ ഹൂ വിൽ ബൈ ഫ്രം യു. അപ്പം ആരാണ് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ, അതുപോലെ തന്നെ ആരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത്. സോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡേ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നോ വാട്ട് പ്രോബ്ലം യുവർ പ്രോഡക്റ്റ് സോൾവ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫേസ് വാഷിൻ്റെ ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഫേസ് വാഷ്. ഇപ്പോൾ പിമ്പിൾസ് അകറ്റാനൊക്കെയുള്ള ഫേസ് വാഷസ് ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ആ ഒരു പിമ്പിൾസ് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ജ്വല്ലറി, ഫോർ എക്സാമ്പിൾ ഇപ്പം ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ജ്വല്ലറി ഇപ്പം ബിഗ് ബോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിസേൽ, അതുപോലെ തന്നെ എന്താ പറയുന്ന അനുമോൾ അല്ലെങ്കിൽ ആദില അല്ലെങ്കിൽ നൂറ ഒക്കെ യൂസ് ചെയ്യുന്ന കാണാം. അപ്പം അതെന്ന് പറയുന്നത് അവരെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കും വാങ്ങിക്കുന്ന ആ ഒരു ട്രെൻഡിങ് ഒരു സിമ്പിൾ ജ്വല്ലറി യുണീക്കായിട്ട് കിട്ടാത്തതാണ് ആ ഒരു പ്രോബ്ലം. അപ്പോൾ അത് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുവാണ്. ഡെയിലി വെയർ, അതുപോലെ തന്നെ കളറ് പോകുന്നില്ല, ആൻറ്റി ടാർണിഷാണ്, കളറ് പോകുന്നില്ല, കുറേ നാൾ നിൽക്കുന്നു. അപ്പം അവർ കൊടുക്കുന്ന എമൗണ്ട് അത് എന്താണ്, വാല്യൂബിളാണ്. അപ്പം അതാണ് അതിൻ്റെ പ്രോബ്ലം, മനസ്സിലായി? അതാണ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിങ്ക് അബൌട്ട് ഹൂ ഫേസസ് ദ പ്രോബ്ലം ഡെയിലി. ഇപ്പം ഈ ഒരു ഇപ്പം ആൻറ്റി ടാർണിഷ് ജ്വല്ലറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഡെയിലി വർക്കിന് പോകുന്നവർ, അതുപോലെ തന്നെ ഇപ്പം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറേ അഫോർഡബിളായിട്ട് ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി ഓരോരോ സൈസസും ഷേപ്പിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം റിങ്സ് അല്ലെങ്കിൽ ചെറിയ ഹാർട്ട്, അതുപോലെ ഓരോരോ മൈന്യൂട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ്. അപ്പം അവർക്ക് ഡെയിലി ഓരോരോന്ന് യൂസ് ചെയ്യാൻ പറ്റും അഫോർഡബിളായിട്ട് അല്ലേ, കളറും പോകുന്നില്ല. അപ്പം അതാണ് ഡെയിലി ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അവരുടെ ലൈഫിലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദെയർ ഏജ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കിഡ്സിനാണ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റോറി ബുക്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഏജ് ഗ്രൂപ്പ് എന്തായിരിക്കും അത് നിങ്ങൾ നോക്കുക. ഏജ് 5 to 10 ആണോ, അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ജ്വല്ലറി ആണെങ്കിൽ ഏജ് 18 to 30 ആണോ. അപ്പം നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ അറിയുക. അതുപോലെ തന്നെ ജെൻഡർ, എന്താണ് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമറിൻ്റെ ജെൻഡർ, അതായത് ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ, അതോ ഒരു യൂണിസെക്സ് ബ്രാൻഡ് പോലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീഷർട്ട്സ്, ഇപ്പം ഒരു ടീഷർട്ട് ബ്രാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം എന്താണ് ജെൻഡർ എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം എവിടാണ് അവർ താമസിക്കുന്നത്, അതായത് സിറ്റി ആണോ ടൗൺ ആണോ വില്ലേജ് ആണോ, അത് നമ്മൾ അറിയണം. കാരണം അതിനനുസരിച്ചാണ് നമുക്കറിയാൻ പറ്റുന്ന അവരെവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഒരു നിങ്ങളുടെ കസ്റ്റമർ എവിടെയാണ്, ഇപ്പം ലക്ഷറി ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി വില്ലേജിലെ ആൾക്കാരത് വാങ്ങിക്കുന്നത് വളരെ റെയറായിരിക്കും അല്ലേ. അത് ടൗണിലെ ആളുകളായിരിക്കും അല്ലെങ്കിൽ സിറ്റിയിലെ ആളുകളായിരിക്കും വാങ്ങിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഫൈ ഹാൻഡ് ബാഗ്സ് അല്ലേ. അപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ഒരു ഹാൻഡ് ബാഗ് സെല് ചെയ്യണമെങ്കിൽ അത് കൂടുതലും അവരുടെ ഏത് സ്ഥലത്തായിരിക്കും ഐഡിയൽ കസ്റ്റമർ ഉണ്ടാവുക, സിറ്റിയിലോ ടൗണിലോ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മൈൻഡിൽ വെച്ചേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയൽ കസ്റ്റമറിൻ്റെ ഇൻകം ലെവൽ എത്ര വരും. ഇപ്പോൾ മാസം ഒരു 10,000 ഒരു 10 to 20,000 കിട്ടുന്നവർ നിങ്ങളുടെ അഫോർഡബിൾ ജ്വല്ലറി വാങ്ങിക്കും അല്ലേ. പക്ഷേ ഈ പറയുന്ന ഹാൻഡ് ബാഗ് ആണെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ അവർക്കൊരു 50 to 1 lakh പെർ മന്ത് കിട്ടുവാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ അത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രീമിയം ബാഗ്സ് വാങ്ങിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഐഡിയൽ കസ്റ്റമറിൻ്റെ ഇൻകം ലെവൽ എന്താണ്, അത് നമ്മൾ ആസ് എ
സ്മോൾ ബിസിനസ് ഓണർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ് നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമറിൻ്റെ ലൈഫ് സ്റ്റൈൽ, സിമ്പിളാണോ അതോ ലക്ഷറി ആണോ, അതുപോലെ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്സും ഹോബി, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ഡെയിലി റുട്ടീൻ എന്താണ്. ഈ പറയുന്ന റുട്ടീനകത്ത് ഡെയിലി ഇപ്പം ഫേസ് വാഷിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും മേക്കപ്പ് ബ്രാൻഡ് ആണെങ്കിൽ ഡെയിലി റുട്ടീനിൽ അത് വരുന്നുണ്ട്, മനസ്സിലായോ. അതുപോലെ തന്നെ ലേൺ വാട്ട് ദേ റെഡ്യൂസ് ദ മോസ്റ്റ്, അതായത് എന്താണ് വാട്ട് ദേ വാല്യൂ ദ മോസ്റ്റ്. വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ ക്വാളിറ്റി ആണോ അവർക്കിഷ്ടം, പ്രൈസ് ആണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അതോ സ്റ്റൈലാണോ എന്ന് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ബ്രാൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് ദേ ഓൾറെഡി യൂസ്. അപ്പം ഇതുവരെ ഏത് ബ്രാൻഡ്സ് ആയിരിക്കും ഈ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ അവർക്ക് ഓൺലൈനാണോ അതോ ഓഫ്ലൈനാണോ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രീമിയം സാധനങ്ങൾ, ഇപ്പോൾ ഹാൻഡ് ബാഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഹൈഫൈ ഡ്രസ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെഡിങ് എന്തെങ്കിലും അറ്റയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ സാരി അല്ലെങ്കിൽ ലെഹങ്ക, കൂടുതലും ഓഫ്ലൈൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പം പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിളായിട്ടുള്ള ഈ പറയുന്ന ജ്വല്ലറിയോ അങ്ങനത്തെ സാധനങ്ങൾ, ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഓൺലൈനായിട്ടാണെങ്കിലും നമുക്ക് സെല് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ എവിടെയാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവർ ലോക്കൽ മാർക്കറ്റ് ഡയറക്റ്റ് പർച്ചേസ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ വാട്ട് മോട്ടിവേറ്റ്സ് ദം ടു ബൈ, എന്താണ് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇമോഷനാണോ ട്രസ്റ്റാണോ. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യും, അതുപോലെ ഒരു ഇമോഷൻ കണക്റ്റ് കിട്ടും. അപ്പം അതാണോ, എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് ആ പ്രോഡക്റ്റിൻ്റെ നേച്ചറാണോ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി, എന്തുകൊണ്ട് അവർ വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ വാട്ട് സ്റ്റോപ്സ് ദം ഫ്രം ബൈങ്, എന്തുകൊണ്ട് അവർ വാങ്ങിക്കുന്നില്ല. അപ്പം അതും നമ്മൾ നോക്കുക. അതായത് ഇപ്പം ട്രസ്റ്റാണോ അല്ലെങ്കിൽ ഡെലിവറി ആണോ പ്രൈസാണോ. അതായത് ഇപ്പോൾ പ്രൈസ് കൂടുതലായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഓഫ്ലൈനായിട്ട് ഹൈ കോസ്റ്റിലായിട്ടുള്ള സാധനം ഓഫ്ലൈനായിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ട്രസ്റ്റ് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഡെലിവറി ഡിലേ ആവും എന്ന് വിചാരിച്ചാണോ. അതായത് ഇപ്പം ഒരു ഫംഗ്ഷനായിട്ട് ഇപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, ഇപ്പം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ ഇപ്പം 2-3 മാസം കഴിഞ്ഞാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡെലിവറി ടൈം അറിയത്തില്ല, അതുകൊണ്ടാണോ അവർ വാങ്ങിക്കാത്തത്. അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റിയൽ ആൾക്കാരുടെ അടുത്ത് കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയായിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ സംസാരിച്ച് നോക്കുക. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് അവരിതിനെപ്പറ്റി പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ജ്വല്ലറി ബ്രാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലോത്തിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കസ്റ്റമറിനെ നമ്മൾ അറിയുക, എങ്ങനെയാണ് അവരുടെ നേച്ചർ. അതുപോലെ തന്നെ ക്രിയേറ്റ് എ സിമ്പിൾ കസ്റ്റമർ പ്രൊഫൈൽ. നമ്മളിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട്, അതായത് ഈ പറയുന്ന അവരുടെ ഏജ് ആയിക്കോട്ടെ, ജെൻഡർ, അവരെവിടെയാണ് താമസിക്കുന്ന, ഇൻകം ലെവലെല്ലാം വെച്ചിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്നുള്ളത്. അതുപോലെ തന്നെ ടെസ്റ്റ് യുവർ പ്രോഡക്റ്റ് വിത്ത് എ സ്മോൾ ഗ്രൂപ്പ്, കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊടുത്ത് അവരുടെ റെസ്പോൺസ് നോക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ലേൺ ആൻഡ് അപ്ഡേറ്റ് അവർ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ് ആസ് ബിസിനസ് ഗ്രോസ്. അപ്പം നമ്മുടെ ബിസിനസ് വളരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, അതായത് ഇത്രയും പഠിച്ചത് വെച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കാണും, അണ്ടർസ്റ്റാൻഡിങ് യുവർ ഐഡിയൽ കസ്റ്റമർ ഹൂ വിൽ ബൈ ഫ്രം യു എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു Day 5. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം, ഇനിയും കൂടുതൽ വീഡിയോസ് നമ്മളിടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ 1000 മിസ്റ്റേക്സിൻ്റെ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ BTS ബിഹൈൻഡ് ദ സീൻസ് എല്ലാം നമ്മൾ അതിലിടുന്നുണ്ട്. സോ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് തരാം. ഓക്കെ ദെൻ, അണ്ടിൽ ദെൻ, ബൈ.